കേസ് കൊടുത്ത് ആ പള്ളികളൊക്കെ പൂട്ടിക്കണമെന്ന് ഒരു വിഭാഗത്തിന്റെ ഒരു അച്ഛൻ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. അത് ഓരോന്നോരോന്നായി നടത്തിക്കൊണ്ടിരിക്കുന്നതായ ഈ സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റില് അഭിമന്യരായ മെത്രാപ്പോലീത്തമാരും വൈദികരും ഒന്നിച്ച് ഒരു ധർണ നടത്തുന്നു, പ്രതിഷേധ യോഗം കൂടുന്നുണ്ട്. അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ റാലി നടത്തുന്നത്. ശ്രേഷ്ഠബാവ തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചതനുസരിച്ചാണ് നമ്മളിത് ഇവിടെ ചെയ്യുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ ദേവാലയത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് എങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ ദേവാലയം ആരംഭിച്ച അമ്പാട്ട് മോർ കൂറേലോസ് തിരുമേനി മുതൽ കടവിൽ പൗലോസ് മോർ അത്താനാസിയോസ് തിരുമേനി മുതൽ അതുപോലെ തന്നെ വലിയ തിരുമേനി, വയലിപ്പറമ്പിൽ തിരുമേനി, ഈ തിരുമേനിമാരെല്ലാം ഇവിടെ വാഴിക്കപ്പെട്ടിട്ടുള്ളത് അന്ത്യോഖ്യായിലുള്ളതായ പാത്രിയർക്കീസ്മാരാലാണ്. അവരുടെ ആ കൈവെപ്പിലൂടെയാണ് അവർക്ക് അഭിഷേകം കിട്ടിയിട്ടുള്ളതും ആ കൈവെപ്പിലൂടെയാണ് ഈ സഭ കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ളതും നമുക്കെല്ലാം അറിവുള്ളതാണ്. ഈ ദേവാലയം പണിയുവാനായിട്ട് കോതമംഗലത്ത് പൊതുയോഗം കൂടി പള്ളി പ്രതിവൃക്ഷ യോഗം കൂടി ഇങ്ങനെ ഒരു ഭദ്രാസന പൊതുയോഗം കൂടി തീരുമാനിച്ചു, ഇവിടെ ഒരു ദേവാലയം നിർമ്മിക്കണം. അങ്ങനെ തീരുമാനിച്ചു. അന്ത്യോഖ്യ പാത്രിയർക്കീസിന്റെ കീഴിൽ ആ ദേവാലയം എക്കാലവും ആയിരിക്കുമെന്ന് തീരുമാനിച്ച് 1934 ഈ ഭരണഘടന ഉണ്ടാകുന്നതിന് ഏറെ മുമ്പേ പണിതതായ ഒരു ദേവാലയമാണ് ഈ കാണുന്നതായ തൃക്കുന്നത്ത് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി. അതിനുശേഷം പല മെത്രാപ്പോലീത്തമാരും ഇവിടെ വന്നു. അവരുടെ എല്ലാം വിൽപത്രത്തിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം അന്ത്യോഖ്യ പാത്രിയർക്കീസിന്റെ കീഴിൽ അന്ത്യോഖ്യ പാത്രിയർക്കീസിനാൽ വാഴിക്കപ്പെട്ട അല്ലെങ്കിൽ അതിനോട് വിധേയത്വം പുലർത്തുന്നതായ മെത്രാപ്പോലീത്തമാരാൽ ഭരിക്കപ്പെടേണ്ടതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ 1934 ഭരണഘടനയാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് വാദിക്കുന്ന ഈ ആളുകൾ 1903 അതിനുശേഷം 1948 ഒക്കെ പറവൂരിലും അങ്കമാലിയിലും ഉള്ളതായ രജിസ്റ്റർ ഓഫീസുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ ആ ആധാരങ്ങൾ അല്ലെങ്കിൽ ആ പേപ്പറുകൾ ഒന്നും കണ്ടില്ല എന്ന് നടിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കുവാനായിട്ട് സാധിക്കില്ല. പാത്രിയർക്കീസിനെ കുറ്റം പറഞ്ഞുകൊണ്ട് എന്തിനാണ് പാത്രിയർക്കീസ് ഇവിടേക്ക് വരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് മറ്റു പല ആളുകളെയും ഇറക്കുമതി ചെയ്യുന്നതായ ഈ ആളുകൾ ഈ ദേവാലയത്തിൽ 1910 അബ്ദുള്ള പാത്രിയർക്കീസും 1932 ഏലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവായും 1964 യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസ് ബാവായും വിശുദ്ധ ബലി അർപ്പിച്ചത് മറന്നുപോയോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവർ ഇവിടെ താമസിച്ച് ഇവിടെ ബലി അർപ്പിച്ചത്? ഇത് അവരുടെ സ്വത്താണ്, ഇത് പരിശുദ്ധ സഭയുടെ സ്വത്താണ് എന്ന് ഉത്തമമായ ഒരു ബോധ്യം അവർക്ക് ഉണ്ടായത് കൊണ്ടാണ് അവരിവിടെ താമസിച്ച് ഇവിടെ ബലിയർപ്പിച്ചത്. ഇതൊന്നും കണ്ടില്ല, ഇതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുടികിടക്കുന്നതായ കാവൽക്കാര് എത്രയും വേഗം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് വളരെ ശക്തമായിട്ട് ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ്. പ്രേമുള്ളവരെ, എത്ര കാലം കാവൽ കിടന്നാലും അത് സ്വന്തമാകില്ല. അത് ഞങ്ങളുടേതാണ്, ഇവർക്ക് അവകാശമില്ല എന്ന് എത്ര വട്ടം ഊന്നി പറഞ്ഞാലും അതിന്റെ സത്യം ഒരിക്കലും മറച്ചു വെക്കാനായിട്ട് സാധിക്കില്ല. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളമുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പറയാം. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും നിയമവിരുദ്ധമായിട്ടോ കള്ളമായിട്ടോ അസത്യമായിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചൂണ്ടിക്കാണിക്കാം. എന്നാൽ ഇതെല്ലാം സത്യമാണ്, നടന്ന കാര്യങ്ങളാണ്. 1910 32 64 ഒക്കെ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവമാർ ഈ ദേവാലയത്തിൽ നിന്ന് ഇവിടെ വിശുദ്ധ ബലി അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിശ്ചയമായിട്ടും യാക്കോബായ സുറിയാനി സഭയുടെ തന്നെ ദേവാലയമാണ്. യാതൊരുമായ മാറ്റവുമില്ല. വീണ്ടും പ്രിയമുള്ളവർ, 1978 വിവിധ ക്രൈസ്തവ സഭകളിലെ മേലധ്യക്ഷന്മാരും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ അച്യുത മേനോനും അതുപോലെയുള്ളതായ ഭരണ സാരഥികളും ഒക്കെ മുൻകൈയെടുത്തുകൊണ്ട് ഇവിടെ ഒരു അനുരഞ്ജന ചർച്ച നടത്തി ഈ ദേവാലയത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ ഇവര്
പിന്മാറുകയാണ് ചെയ്തത്. ഇവർക്ക് വേണ്ട, ഇവിടെ അങ്ങനെ ഒരു വിഭജനം വേണ്ട, അല്ലെങ്കിൽ ഇവിടെ ഒരു സമാധാനം വേണ്ട, ഇവിടെ ഇങ്ങനെ പോയാൽ മതി, ഇത് ഞങ്ങളുടെ കയ്യിലിരിക്കട്ടെ, അവരുടെ ആണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളുടെ കയ്യിലിരുന്ന് ഞങ്ങൾക്ക് നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ അനുരഞ്ജന ചർച്ചകളിലും പിന്മാറി പുറകോട്ട് മാറി കുൽസിത ശ്രമങ്ങളിലൂടെ ഇത് കൈക്കലാക്കുവാനായിട്ട് ഇതിന്റെ സ്വത്തും ഇതിന്റെ സമ്പാദ്യങ്ങളും ഒക്കെ അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരികയാണ്. അല്ലായിരുന്നെങ്കിൽ ഈ വയനാട്ടിൽ ഒന്നുമില്ലാത്ത സ്ഥലത്തെ പ്രശ്നങ്ങൾ തീരുമായിരുന്നു. ഇവിടെ എല്ലാം ഉണ്ട്, സ്വത്തുണ്ട്. കോലഞ്ചേരിയിൽ സ്വത്തുണ്ട്, ഇവിടെ സ്വത്തുണ്ട്, മാമലശ്ശേരിയിലുണ്ട്. ഇങ്ങനെ എവിടെയെല്ലാം സ്വത്തുണ്ടോ അവിടെ ഒന്നും ചർച്ച ചെയ്യാനോ അത് പരിഹരിക്കുവാനോ ഇവർ താല്പര്യപ്പെടില്ല. എന്നാൽ ഇതൊന്നുമില്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും ചർച്ച ചെയ്യുകയും രമ്യതപ്പെടുകയും അതെല്ലാം വിഭജിച്ച് പിരിയുകയും ചെയ്യും. 2003 വർക്കി വിധേയത്തിൽ പിതാവ് ഇടപെട്ട് വീണ്ടും ഒരു അനുരഞ്ജന ചർച്ച നടത്തി. അപ്പോഴും ഈ വിഭാഗം ഇതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. 2010 കോടതി പറഞ്ഞു, ഈ പള്ളി ഒന്ന് പുനരുദ്ധരിച്ച് ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് ഇതിലൊരു ആരാധന അർപ്പിക്കുവാൻ 2 കൂട്ടരും സമ്മതിക്കണം. അങ്ങനെ ആരാധന അർപ്പിച്ച് ഇവിടുത്തെ ആത്മീയ അന്തരീക്ഷം ഒന്ന് നന്നാക്കിയെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെയും അവർ പിന്മാറി. എന്തുകൊണ്ടാണ് പിന്മാറുന്നതെന്ന് നമുക്കൊക്കെ അറിയാം. ബൈബിളില് ഒരു കഥയുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തില് ജ്ഞാനിയായ ശലോമോന്റെ അടുക്കൽ 2 സ്ത്രീകൾ വരുന്നുണ്ട്. എന്റെ കുഞ്ഞ് മരിച്ചുപോയി, അത് മറ്റവൾ മാറ്റിയെടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് 2 സ്ത്രീകൾ തർക്ക വിഷയവുമായിട്ട് വരുമ്പോൾ ഒരുവൾ പറഞ്ഞു, യഥാർത്ഥ കുഞ്ഞിന്റെ ഉടമയായ അവൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഉറങ്ങുകയായിരുന്നു, മറ്റവൾ കുഞ്ഞിന്റെ മേത്ത് കിടന്ന് ആ കുഞ്ഞ് മരിച്ചുപോയി, ഞാൻ ഉറങ്ങുമ്പോൾ എന്റെ കുഞ്ഞിനെ എടുത്ത് അവളുടെ പള്ളക്കിലും അവളുടെ കുഞ്ഞിനെ എടുത്ത് എന്റെ പള്ളക്കിലും കിടത്തി. ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്റെ കുഞ്ഞ് മരിച്ചിരിക്കുന്നത് കണ്ടു. നേരം വെളുത്തപ്പോൾ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് എന്റെ കുഞ്ഞല്ല എന്ന് മനസ്സിലായി. അവൾ നേരെ രാജാവിന്റെ അടുക്കിലേക്ക് ചെന്നു. രാജാവ് പറഞ്ഞു, ഇത് ആരുടെ കുഞ്ഞാണ്? ചോദിച്ചത് ആരുടെ കുഞ്ഞാണ്? അപ്പോൾ അവൾ പറഞ്ഞത് എന്റെയാണ് പ്രഭോ എന്ന് പറഞ്ഞു. മരിച്ച കുഞ്ഞിന്റെ അമ്മയും പറഞ്ഞു, ഇത് എന്റെയാണ് പ്രഭോ എന്ന്. അങ്ങനെയെങ്കിൽ രാജാവ് പറഞ്ഞു, നീതിമാനായ സോളമോൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നമുക്കൊരു പണി ചെയ്യാം, ഒരു വാള് കൊണ്ടുവാ, ഈ കുഞ്ഞിനെ വെട്ടി പങ്കിട്ട് 2 പേർക്കും കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥ കുഞ്ഞിന്റെ അമ്മ പറയുകയാണ്, എന്റെ യജമാനനെ ഇതിനെ പങ്കുവെക്കണ്ട, അവൾ എടുത്തോട്ടെ, എന്റെ കുഞ്ഞ് ജീവനോടെ എനിക്ക് കാണാമല്ലോ എന്ന് വേദനയോടുകൂടെ ആ അമ്മ പറഞ്ഞപ്പോൾ, കർത്താവിൽ പ്രിയമുള്ളവരെ, ഏറെ ആഴ്ചകളായിട്ട് ഞങ്ങളുടെ വാങ്ങിപ്പോയ മാതാപിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും ഖബറിങ്കൽ ഒന്ന് ധൂപം വെക്കുവാനായിട്ട് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ധൂപം വെക്കുന്നില്ല, അവരും ധൂപം വെക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ പങ്കിടാമെന്ന് പറഞ്ഞ ആ ദുഷ്ടയായ സ്ത്രീയെ പോലെ ഇവിടെ ഈ മറുവിഭാഗം മറുതലിച്ചു നിൽക്കുമ്പോൾ എനിക്ക് ദണ്ഡം തോന്നുകയാണ്, എനിക്ക് വേദന തോന്നുകയാണ്. അവൾക്ക് കിട്ടരുത്, എന്റെ കുഞ്ഞ് എന്തായാലും പോയി, അവളുടെ കുഞ്ഞ് പോട്ടെ എന്നുള്ള മനോഭാവത്തോടുകൂടെ നിന്ന ആ സ്ത്രീയെ പോലെ ഇവരും നിൽക്കുകയാണ്. ഞങ്ങൾക്കിടെ കാരണന്മാരൊന്നും ഇവിടെ ഇല്ല, ഇവിടെ ഉള്ള കുറച്ച് ആളുകളുണ്ട്, കാരണന്മാരിട്ടേക്കുന്ന കുറച്ച് ആളുകളുണ്ട്, അവരുടെ വേദനയൊക്കെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ആളുകൾ മറ്റ് പല പള്ളികളിലും ചേക്കേറിയിരിക്കുന്ന അല്ലെങ്കിൽ ശവകുടീരങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചിട്ടിരിക്കുന്ന ആളുകൾ പറയുകയാണ്, ഞങ്ങൾക്ക് ധൂപമൊന്നും വെക്കണ്ട, അവരും ധൂപം വെക്കണ്ട, ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് വേണ്ടില്ല, കുഴപ്പമില്ല, അവർക്കും കിട്ടാതിരുന്ന വെച്ചാൽ മതി എന്ന് പറയുന്ന നികൃഷ്ടമായ ജീവികളെ പോലെ മുന്നോട്ട് വരുന്നതായ ഈ ആളുകൾ എന്തിനു വേണ്ടിയിട്ടാ ഇത്രയേറെ സന്നാഹത്തോടെ ഇവിടെ തടുക്കുന്നത്? ഞങ്ങളിവിടെ ഇതൊന്നും ചോദിച്ചു വാങ്ങുന്നില്ല, സ്വത്ത് പിടിച്ചു വാങ്ങാൻ വരുന്നില്ല, വെറുതെ വന്നൊന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കാരണവന്മാരുടെ ആ ഖബറെങ്കിലൊന്ന് ധൂപ പ്രാർത്ഥന നടത്തി പ്രാർത്ഥിച്ച് ഞങ്ങൾ വളരെ സൗമ്യതയോടും കൂടെ പിരിഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ആഴ്ചയിൽ പോലും ഒരു പ്രശ്നത്തിനോ കലഹത്തിനോ വന്നിട്ടില്ല, ഒരു പ്രശ്നങ്ങളും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ സമാധാനത്തോടെ എന്ത് പോലീസ് അധികാരികൾ പറയുന്നുവോ അതിനനുസരിച്ച് മാത്രമേ ഇന്നുവരെയും ഈ നിമിഷം വരെയും ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളൂ. കർത്താവിൽ പ്രിയമുള്ളവരെ, അങ്ങനെ ഏറ്റവും സൗമ്യതയോടുകൂടെ ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുമ്പോൾ എത്രയോ നികൃഷ്ടമായിട്ടാണ് നമ്മളോട് പെരുമാറുന്നത് എന്ന് പ്രത്യേകമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഇവർക്ക് അല്പമെങ്കിലും മനസാക്ഷിയുണ്ടെങ്കിൽ ഞങ്ങളുടെയും പിതാക്കന്മാരുടെ സഹോദരങ്ങളുടെ ഖബറിങ്കിൽ ധൂപം വെക്കുമല്ലോ എന്നുള്ളതായ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ അവർ എന്നെ ഇത് സമ്മതിച്ചേനെ. എങ്കിലും പ്രിയമുള്ളവരെ, ഇത് നമ്മൾ പിന്മാറുന്നതായ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. എന്ന് നമുക്കിത് സാധിച്ചു കിട്ടുന്നുവോ അന്ന് വരെയും ഈ സമരം നമ്മളിവിടെ തുടരും. ഒരിഞ്ച് പോലും പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. എത്ര കേസുകൾ കൊടുത്താലും അടുപ്പിച്ച് ആവർത്തിച്ച് പല കേസുകൾ ഈ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, പല FIമാരും പോലീസുകാരും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആ ബഹുമാനപ്പെട്ട ആ പോലീസുകാർക്ക് അറിയാം നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയോ എന്ന്. എങ്കിലും കള്ളക്കേസുകൾ തുടരെ കൊടുത്ത് നമ്മൾ വഴക്കാളികളാണ് എന്ന് വരുത്തി തീർക്കുവാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എത്ര ശ്രമിച്ചാലും
സ്വർഗത്തിലെ ദൈവം ഇത് കാണുന്നുണ്ട്. ആ കാണുന്ന ദൈവം ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാക്കി തരുമെന്ന് വളരെ വിനയത്തോടുകൂടെ, വളരെ പ്രത്യാശയോടുകൂടെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. എത്ര കാലം ഞങ്ങൾ ഇവിടെ വരേണ്ടി വന്നാലും, വെയിലോ മഴയോ മഞ്ഞോ എന്തുണ്ടായാലും ഞങ്ങളിവിടെ വരും. എങ്ങനെയാണെങ്കിലും ഞങ്ങളിവിടെ വന്ന് ഇവിടെ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പിതാക്കന്മാരുടെ, ഞങ്ങളുടെ മരിച്ചുപോയവരുടെ ഖബറിങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും എന്നുള്ളത് ഊന്നി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവരും ഖബറിൽ പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരും.